മോളെ ആ മാമനോ വരി ഇരിക്കും. എന്ത് വിശേഷം അങ്ങനൊക്കെ അങ്ങനെ പോകും. ഇല്ല പുറത്ത് വയ്ക്കുന്നു. പിന്നെ എങ്ങനെ കാര്യങ്ങളൊക്കെ ഉഷാറായി പോകണ്ടല്ലോ അല്ലേ? അങ്ങനെ പോണു. ഞാൻ ഇപ്പൊ വന്നതെന്താ വെച്ചാലേ ഇവിടെ സ്ഥലല്ലേ പുത്തമ്പള്ളി 5 സെന്റ് പിന്നെ മറ്റോടത്തെ 4.5 സെന്റും ഉണ്ട്. അത് മേടിച്ചിട്ട് കുറെ കാലമായില്ലേ. എന്തെങ്കിലും ചെയ്യണ്ടേ? അത് പേരിലാക്കണ്ടേ? കുറച്ച് പൈസ കൂടി കൊടുക്കാണ്ട് ഒരു കണ്ട് കൊടുത്തു കഴിഞ്ഞാല് ആള് പേരിലേക്കണ്ടാക്ക. അതിനിട്ട് പോകണ്ട. എന്താ ചെയ്യാ? ഇവിടെ സാമ്പത്തികമായിട്ട് മനുഷ്യന്മാരെ കേസാണ്. നമ്മള് അഡ്വാൻസ് കൊടുത്തിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ അതൊക്കെ ശരി തന്നെ. പൈസക്ക് പൈസ തന്നെ വേണ്ടേ? പൈസക്ക് ഇപ്പൊ എന്താ പ്രശ്നം? സിറാജിന് നല്ല പണിയല്ലേ? പണി ഉണ്ടായിട്ട് എന്താ കാര്യം? ഇവിടെ 2 ഉണ്ടല്ലോ പണിയും തൊരുത്തും പോവാതെ. അതിപ്പോ എന്റെ കയ്യിരിപ്പല്ലേ ഈ കൈകാര്യം ചെയ്യേണ്ടത്? ഞാൻ കൈകാര്യം ചെയ്യാഞ്ഞിട്ടല്ലോ. അവര് പണിക്കും പോവില്ല, ഒന്നിനും പോവില്ല. പണിക്ക് പോണില്ല, അതന്നെ 2 ഓടെ ഇരിക്കും. പിന്നെ മക്കൾക്കും തിന്നാൻ കൊടുക്കണ്ടേ? സിറാജിക്ക് എന്തായാലും സിറാജിക്ക് എന്തായാലും കൊണ്ടുവന്ന ഓരോ മക്കൾക്ക് തന്നെ തികയില്ല. പിന്നെ ആ 2 എണ്ണത്തിനും പോറ്റണം. ഇതൊക്കെ ഞാൻ ആലോചിച്ചാ മതിയാ. 10ല്. എവിടെ പറഞ്ഞൊക്കെ ശരിയാ. നിങ്ങൾ പറഞ്ഞൊക്കെ ശരി തന്നെ. ഞാൻ മാത്രം ആലോചിച്ചാ മതിയാ? സിറാജിക്കും കൂടി ആലോചിക്കണ്ടേ? ഈ 2 എണ്ണത്തിന് തിന്നാൻ കൊടുക്കണ്ട. സിറാജിക്ക് ഒരു പണിയും തൊരത്തിനും പോവൂല. പോരാത്തേന് ആ പെണ്ണ് ഒരു അസുഖക്കാരത്തി. ഞാൻ പറയാഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ ഇതെന്നും വൈത്തലാർന്ന് പറയലെന്നെ പണി. പണിയൊക്കെ അവരെ എത്തിക്കാട്ട് കൊടുക്കുക. അത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് പണിയാണ്? തിന്നാൻ നേരത്തെ ആ മേശപ്പുറത്ത് വന്നിരിക്കലോ? അതാ പോള് പണി ചെയ്യണേ. എന്നാ പിന്നെ തിന്നാനും കുടിക്കാൻ അന്ന് പട്ടിണിയാവും. അനക്ക് ഒരു ബുദ്ധിയില്ല. അതന്നെയാണ് പണ്ട് മുതലേ ഉമ്മ പറയണാണ്. എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയണല്ലേ. ഞാൻ എന്റെ പരമാവധി ഞാൻ ഓരോട് നല്ല രീതിയിൽ നിൽക്കുന്നു. പറഞ്ഞിട്ട് എന്താ? ഒരു തരത്തില് രാവിലെ ഓളെ എപ്പോഴാ നീക്കണെന്ന് അറിയോ? 10 മണിയാവും നീക്കാൻ. എന്നിട്ട് ഓളെ മക്കൾക്ക് സ്കൂളിലേക്ക് പോകണോ? അതിന് ഞാൻ ഉണ്ടാക്കി കൊടുക്കണോ? അടുക്കള ഞാൻ നേരത്തെ കയറണോ? എന്നാ 2 പണിക്കും പോകണ്ട. അതും അതങ്ങനെ തന്നെയാണ് അവിടെ. ഞാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എനിക്കറിയില്ല. ഞാൻ ഇപ്പൊ എന്താ പറയാ? ഞാൻ എന്നാലും ഞാൻ എന്തേലൊക്കെ പറയുന്ന ഇതൊക്കെ കേട്ടിട്ടെങ്കിലും ഒന്ന് പണിക്കോ? അതും ഇല്ല. എത്ര വെച്ചിട്ട് ഇങ്ങനെ നോക്കിയത്? ആർക്കറിയാ? രാവിലെ കെട്ടിയോനും കൂടി രാവിലെ എണീക്കും, വന്ന് തിന്നാ. ഇതന്നെ പണിക്കോണ ചിന്ത ഒന്നും ഇല്ല. ആലോചിച്ചറിഞ്ഞൂടെ? ഒക്കെ ഞാൻ തന്നെ മാമ. രാവിലെ എണീച്ച് ചിക്കന് പെരയത്തെ പണി മുഴുവൻ. ഞാൻ അതൊക്കെ ആരോടാ പറയാ? ചില നേരത്ത് ഇട്ടെറിഞ്ഞ് പോയാലോ വിചാരിക്കും. പിന്നെ മക്കളെ ആലോചിച്ചിട്ടാ. ഈ പെണ്ണുങ്ങളാകുമ്പോ കുറച്ചൊക്കെ പാവാ. പഞ്ചപാവാണ്. അങ്ങനെ പാടില്ല. ഒന്ന് ഉഷാറാവണ്ടേ കാര്യങ്ങളൊക്കെ? ഞാൻ അവളോട് പറയൊക്കെ ചെയ്യും ഇടയ്ക്ക്. പറഞ്ഞാ കുറച്ചൊരു ഉസുറും കൂടി വേണ്ട. അതില്ല. പിന്നെ ഇപ്പൊ ആരോടാ ഈ പറയുന്നത്? അപ്പൊ സിറാജ് വരാപ്പോ രാത്രിയാവൂലേ? 8 മണിയാവൂലേ? ചെലപ്പോ നേരം വൈകുന്ന് പറഞ്ഞേന്ന് പോയപ്പോ. അപ്പൊ വന്നാലേ ഞാൻ വന്നിരുന്ന് പറഞ്ഞാ മതി. ഞാൻ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് സൂചിപ്പിച്ചാളെ. പറഞ്ഞോക്കാം. 2 സ്ഥലമാണ് ഇപ്പൊ കിടക്കുന്നത്. അവിടെ ഇപ്പൊ ഞാൻ നാളെ പോയി നോക്കിയാ ആകെ പുല്ല് വളർന്നിട്ട് എന്താണ്. ഇനിയിപ്പോ അതൊക്കെ വെട്ടിക്കണ്ടേ? ഞാൻ പറഞ്ഞോക്കാം. സിറാജ്ക്ക വരട്ടെ. അതിനെവിടെ ഇവിടെ കൊണ്ടുവന്ന് തിന്നാൻ കൊണ്ടു കൊടുത്തിട്ട് നേരം വേണ്ടേ? എന്തെങ്കിലുമൊക്കെ പോയി പറമ്പിലായാലൊക്കെ ഒന്ന് പോയി നോക്കാൻ. ഇങ്ങനെ ഞാൻ വൈത്തല നടന്ന് ഇങ്ങനെ പറയണം. ഓരോ നോക്കി നടക്കട്ടെ. എന്താ ചെയ്യാ? ഒക്കെ എന്റെ കയ്യിൽ തന്നെ. ഒരു ഉസിര് വേണം. പെൺകുട്ടികളാണെങ്കിലേ പഞ്ചപാവായി നടന്നിട്ടുണ്ടെങ്കിലേ എല്ലാരും എന്റെ തലയിൽ കയറും. അതാണ് എന്താ ചെയ്യാ? എന്റെ ഉപ്പയും എന്നെ അങ്ങനെ പഠിപ്പിച്ച്. എന്റെ ഉമ്മ അങ്ങനെയൊന്നല്ല. ഉമ്മ നല്ല ഞാൻ എന്താ കൊണ്ട് വന്നോളൂ. ഞാനേ വേറെ കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഒന്നും വേണ്ട. ഞാൻ ചായപ്പീടിയെ കുടിച്ചു. എന്നിട്ട് ആ രജിസ്റ്റർ ഓഫീസിലൊന്ന് പോണം. ഒന്നൊരു രജിസ്റ്റർ ഉണ്ട്. അതുകൊണ്ട് കഴിഞ്ഞാലേ നമ്മളെ കമ്മീഷൻ കിട്ടുള്ളൂ. അപ്പൊ ഞാൻ എന്നാ പോട്ടേട്ടാ. എന്റെ കിട്ടിയ എന്തിയെ? എന്റെ
അതെ ശരി, ഞാൻ ഒന്ന് പോട്ടെ. പോട്ടെ മോളെ, അപ്പൊ പറഞ്ഞ പോലെ. ശരി മാമ. അന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ വന്ന് ഒളിഞ്ഞെന്ന് നോക്കരുത് എന്ന്. ഓള് ഒക്കെ കേട്ടിട്ട് ഒന്നും അറിയാത്ത പോലെ അവിടെ വന്ന് പാത്രം കഴുകോള്. അയ്യോ അപ്പൊ ഈ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. ഈ അവിടെ എന്റെ ബാക്കിൽ വന്ന് എന്റെ മാമൻ പറയണൊക്കെ കേക്കല്ലേന്നാ. നിനക്ക് എന്തിന്റെ കേടാടി? ഒരു ചീഞ്ഞ മോന്തയും വെച്ച് നടക്കുവപ്പോ. അതെ, ഞങ്ങൾ അത്യാവശ്യം തറവാട്ടിൽ പെടുന്ന ആൾക്കാരാ. അപ്പൊ അതിൻ്റെതായ ഒരു ഇതുണ്ട്, അത് നീ കളയരുത്. എത്ര പറഞ്ഞാലും ഈ കേക്കൂല. എന്നിട്ട് അവള് ഒന്നും അറിയാത്ത പോലെ ഇവിടെ വന്ന് പാത്രം കഴുകിക്കൊണ്ടിരിക്കാം. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാടി ഉദ്ദേശിച്ചേ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇന്ത്യക്കാക്ക് കൊണ്ടുവന്ന് തിന്നിട്ട് അജ്ജും മക്കളും അന്റെ കെട്ടിയോനും ഇവിടെ കഴിയുന്നു. ആ ഓർമ്മ എനിക്ക് ഉണ്ടായിക്കോട്ടെ. മോളെ അങ്ങനൊന്നും പറയരുത്. ഞാൻ എന്റെ ഏട്ടത്തെയാന്നും കൂടി ഓർക്കണട്ടാ. അയ്യോ, ഞാൻ നിന്നെ സൂട്ട് കേസിലിട്ട് പൂജിക്കാടി. ഒരു താത്ത വന്നിരിക്കണു. എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തൊരു സാധനം. എടി നിനക്ക് കുറച്ചെങ്കിലും വിവരം ഉണ്ടോ? കുറച്ച് വിവരം ഉണ്ടെങ്കിലേ നീയും നിന്റെ മറ്റോനും കൂടി വല്ല പണിക്കും പോയി ജീവിക്കൂലേന്നോ? ഇനി ഇന്ത്യക്കാനും പിള്ളേരും വശത്താക്കാൻ വേണ്ടിട്ട് ഇവിടെ വന്ന് കൂടിയിക്കാം. ആശ്രീകരം. ഇന്റെ പടച്ചോനെ, എന്നും എണീറ്റ് വന്ന കാണുന്ന മുഖം എന്താ? എന്നിട്ട് ഒരു കോണവും പിടിച്ചിട്ടില്ല രണ്ടും ഇവിടെ കേറി വന്നതിന്റെ ശേഷം. നിനക്ക് നിന്റെ വായിൽ നാവ് പോയിടി. ആ ഇനി കുറച്ച് മോങ്ങിക്കോ, അപ്പൊ തീരുമല്ലോ. കെട്ടിയോണ്ടാടെ തിന്നാൻ കൊണ്ട് കൊടുക്കേ. മോളങ്ങനൊന്നും പറയല്ലടി. ഇല്ലടി പൊറുക്കൂലട്ടാ. ഇല്ലടി, ഞാൻ പറയില്ല. പടച്ചോ എന്നോട് പൊറുക്കണ്ട. പടച്ചോനെ നിന്റെ അടുത്താ പൊറുക്കാത്തേ. ഇന്ത്യക്കാക്ക് കൊണ്ടുവരണേ 4 നേരം വെട്ടി വിരിഞ്ഞ് ഇവിടെ കഴിയണേ. പടച്ചോ അതൊക്കെ കാണുന്നുണ്ട്. എന്നോടാ പൊറുക്കാത്തേ. വല്ല പണിക്കും പോയി ജീവിക്കാൻ നോക്ക്. ഞാനും എന്റെ മക്കളും അനുഭവിക്കേണ്ട മുതലാ ഇജു എന്റെ കെട്ടിയോനും മക്കളും കൂടി ഇവിടെ തിന്ന് തീർക്കണ്. ആ ഓർമ്മ എനിക്ക് വേണം. എന്നിട്ട് അവള് നെകളിച്ചങ്ങനെ നടക്കുക. മറ്റുള്ളവർ എന്താ പറയുന്നത് വെച്ച് കാതും കൂർപ്പിച്ചിട്ട്. എന്നിട്ട് ഇതൊക്കെ നിന്റെ കെട്ടിയോന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാനാവും. ഞാൻ ഇതുവരെ എന്റെ വായുണ്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ചൂലെടുത്ത് അടിക്കാനുള്ള ഇത് നീ ഉണ്ടാക്കരുത്. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇന്റെ ഇക്കാക്ക കൊണ്ടുതന്നെ തിന്ന് തിന്നേ നല്ല തടിച്ചു കൊഴുത്ത് വരുന്നുണ്ടല്ലോ ഇജു എന്റെ കെട്ടിയോനും കൂടി. നിന്റെ കോലൊന്ന് നോക്കിയാ മെലിഞ്ഞ് മെലിഞ്ഞ് വരിക. അതിനെങ്ങനെ സുഖം സമാധാനം വേണ്ടേ? 4 എണ്ണം കൂടി വന്ന് കേറിക്ക. മോങ്ങിട്ടൊന്നും കാര്യമില്ലടി ഇവിടെ. ഓ അന്റെ കള്ളക്കണ്ണീര് ഞാൻ കൊറേ കണ്ടതാ. വന്ന അന്ന് തൊട്ട് തുടങ്ങിയതാ അന്റെ കള്ളക്കണ്ണീര്. അതിലാടി എന്റെ ഇക്കാക്ക് വീണോ ഇത്? ചോക്കപ്പോത്ത് പോലെ അയക്കോളൂ. എന്നാ വല്ല പണിക്കും പോവും, അതും ഇല്ല. കിടന്ന് മോങ്ങിക്കോടെ. എന്നിട്ട് ഇനിയിപ്പൊ ഒന്നും ചെയ്യണ്ട അവിടെ. കരഞ്ഞോണ്ടിരുന്നോ? മര്യാദയ്ക്ക് ആ വെള്ളം മോട്ടർ നിക്ക് ഇവിടെ ഇടണ്ട. വെള്ളം കിണറ്റിന്ന് കോരിയിട്ട് അവിടെ കൊണ്ട് പറഞ്ഞാൽ മതി. അതെ, ഇന്ന് ഉച്ചക്ക് എനിക്ക് ബിരിയാണി വേണം. അതും കൂടി ഉണ്ടാക്കിക്കോ. പിന്നെ ഉണ്ടാക്കി വെച്ച് മക്കൾക്കും കെട്ടിയോർക്കും എടുത്ത് കൊടുക്കല്ലേട്ടാ. ഇക്കും എന്റെ കുട്ടികൾക്കും തിന്നതിന് ബാക്കി മതി. ചക്കപ്പോത്ത് പോലെ അയക്കുന്നു തിന്നു കൊഴുത്തിട്ട്. എടി ഇജ്ജ് എന്തിനപ്പ കരയണേ? എന്തിനപ്പ ഇജ്ജ് കരയണേ? ഈ 4 നേരം തിന്നാൻ കിട്ടിയിട്ടാ ഇജ്ജ് കരയണേ തന്നെ? ഓളൊരു കള്ളക്കണ്ണീര്. എന്താടോ മുഖത്തിനൊരു പാട്ടം? ഒന്നുമില്ല. എനിക്ക് ചായ എന്തെങ്കിലും വേണോ? വേണ്ട, ഞാൻ കേട്ടൊക്കെ ഇവിടെ ഇരുന്നിട്ട്. എന്താ പറയാ, ഈ ഒന്നും മിണ്ടാനൊന്നും പോണ്ടട്ടാ. ഞാൻ ഒന്നും മിണ്ടണില്ലക്കാ. ഞാൻ അല്ലെങ്കിൽ എന്താ പറയാറ് ഇവിടെ? അതെ, കാര്യാക്കണ്ട. ഒക്കെ അറിവില്ലായിട്ടാണ് വിചാരിച്ചാൽ മതി.
ഉം. കരയായി എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോഴേ സഹിക്കാൻ പറ്റണില്ല. പിടിച്ചേനും കുടിച്ചേനും ഒക്കെ കുറ്റം. നൂറോളം പണിയെടുത്തിട്ടും ഒരു കാര്യമില്ല. ഒന്നും കാണാനായിട്ടും കേൾക്കാനായിട്ടൊന്നല്ല. പക്ഷെ എന്താ ഞാൻ പറയാ, ആരോടാ പറയാ? ചില സമയത്ത് അല്ലാണ്ട് ബുദ്ധിമുട്ടിക്കണ വർത്താനൊക്കെ പറയുമ്പോ ഇങ്ങോട്ട് പറഞ്ഞാലോ തോന്നും ഈ സ്വത്തൊക്കെ ഉണ്ടാക്കിയത് എന്റെ കായണെന്ന്. ഏയ് അതൊന്നും പറയരുതിട്ടാ. എന്താ അറിയോ, എന്തായാലും നിങ്ങൾ രണ്ടാളും പുറത്തുനിന്ന് വന്നവരാ. എൻ്റെ അനിയനാണ് അവൻ. ഞങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും പറയരുത്. നീ ഒരു കാര്യം ചെയ്യ്, ഡ്രസ്സ് മാറ്റിക്കൂടെ, ഹോസ്പിറ്റലിൽ പോണ്ടേ? നിങ്ങളടുത്ത് പൈസ ഉണ്ടോ? എന്തെങ്കിലുമൊക്കെ ചെയ്യാ. ഞാൻ ബാലേട്ടനോട് ചോദിച്ചിട്ടുണ്ട്. മൂപ്പര് അങ്ങോട്ട് ചെല്ലുമ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കാന്ന് പറഞ്ഞു. കുട്ടികൾ തിന്നണതിന് വരെ കണക്ക് പറയണ്ടെന്നും കഥ സഹിക്കാൻ പറ്റാത്ത. സാരില്ലടോ, ഒക്കെ അള്ളാ കണ്ടില്ലേ, ഒരു വഴി ഉണ്ടാക്കും. സങ്കടപ്പെടണ്ട. ഞാൻ ഡ്രസ്സ് മാറ്റട്ടെ. ഓ വന്നിട്ട് തോന്നണു. ഫോൺ അടിക്കണ സൗണ്ട് കേൾക്കും. ഒന്നും പറയാൻ നിൽക്കണ്ടാ. നോക്കിയാ നല്ല അടിന്റെ അടുത്ത് കിട്ടും. ഇത് തിന്നാ ഈ അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. നമുക്ക് അതിറ്റുകൾ ഇപ്പൊ സ്കൂളിട്ട് വരും, ഒരു സാധനം ഉണ്ടാവില്ലെങ്കിൽ തിന്നാൻ ഒക്കെ എടുത്തിട്ട് തിന്നും. എന്നാ തിന്നെ. ഇജ് പിന്നെ എന്താ തിന്നാൻ കണ്ടിക്കണേ? ഇവിടെ ഒന്നും ഉണ്ടാവല്ലോ. അതിറ്റുകൾ ഇപ്പൊ വരും, ഒക്കെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ പോയി നോക്ക്, ഒരു സാധനം ഇല്ല. ഈ പഴങ്കി തിന്നു. എടാ പറഞ്ഞോ കേക്കണോ? നോക്കിയാ അതിറ്റുകൾ കണ്ട തടിച്ചു കൊഴുത്ത് നിക്കണ് കണ്ട. ഇജിങ്ങനെ എല്ലാം തോലായിട്ട് നടന്നോ? ഇതവൻ തിന്നൂലെന്ന് അറിഞ്ഞൂടെ? നമുക്ക് നേന്ത്രപ്പഴം എടുത്ത് കൊടുക്കാതില്ലേ? നേന്ത്രപ്പഴമൊക്കെ കഴിഞ്ഞിക്കണ്, മറ്റോരെടുത്ത് നിന്നിട്ട് ഉള്ളത് കൊടുത്തവൻ തിന്നൂല്ല. ചെക്കന്റെ കോലം കണ്ടില്ല. ഇതെന്താ മോനക്ക് തിന്നാണ്ടി? നമുക്ക് തിന്നൂടെ? നല്ലതല്ലേ? എന്ത് ഇഷ്ടല്ലാന്ന്? ഓന് ഇഷ്ടമല്ലൊക്കെ ഓരോരുത്ത് തിന്നു. ആ അക്കാ ഈ കൊടുക്കാ. ഞാൻ ഹോസ്പിറ്റലിലേക്കാ. ഇത്താത്താനൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട ദിവസമല്ലേ? എന്താ ഡേറ്റ് ആയില്ലേ, എന്നായിരുന്നിപ്പോ. എന്റെ പൈസ ഉണ്ടാ? പൈസ ഞാൻ ബാലേട്ടനോട് ചോദിച്ചിട്ടുണ്ട്. എന്റെ കാര്യം ഒന്ന് പറഞ്ഞൂടെ? ഞാൻ തരില്ലേ. എന്തിനു ബാലേട്ടനെ എന്നൊക്കെ ചോദിക്കണേ? എപ്പോഴും എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ട വിചാരിച്ചിട്ടാ. എന്താണ് നിങ്ങൾ ഇങ്ങനെ ആരോടും ചോദിക്കണ്ട. നമുക്ക് നമ്മൾ തമ്മിൽ അങ്ങനെ അല്ലല്ലോ. എന്ത് കണ്ടിട്ട് ഈ പൈസ കൊടുക്കണ്? ഓർക്ക് ഹോസ്പിറ്റലിൽ പോവാനൊന്നല്ല, കറങ്ങി നടക്കാനാ. നിങ്ങൾക്ക് തീരെ ബോധമില്ലാണ്ടായല്ലോ. ഈ എന്ത് പരിപാടി ഇപ്പൊ ചെയ്ത്? എന്ത് പരിപാടി? ഓർക്ക് ഒരു കുഴപ്പമില്ല. ഓള് വെറുതെ പറയാ ഓർക്ക് പുറത്തു പോവാൻ വേണ്ടിട്ടാ ഈ പൈസ ഒക്കെ. ഇവിടെ ഇങ്ങനെ രാജകൊട്ടാരത്തിലെ പോലെ ഇരിക്കുന്നവർക്ക് ആ വേദന ഒന്നും മനസ്സിലാവില്ല. എന്താടി പറയണേ? ഡേയ് മട പോലെ ഈ ആരെ പേടിച്ചേ? ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമല്ല. ഞാൻ ഉണ്ടാക്കി തമ്മിൽ നിങ്ങളായിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കല്ലോ ഇവിടെ. ഇന്നലെ മാമ വന്ന് പോയിട്ടുള്ളൂ ആ പറമ്പിന്റെ കാര്യം പറഞ്ഞിട്ട്. അന്റെ മാമണ്ട് വരുന്നുണ്ട്. മോളെ, 10-16 വർഷമായി ഞാൻ താത്തനെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട്. ഇന്നേ വരെ ഞാൻ അവളൊന്ന് കൈനീട്ടി അടിച്ചിട്ടില്ല. അതിന്റെ അവസ്ഥ അവൾ വരുത്തിയിട്ടില്ല. ഇന്നിപ്പോ ഈ അവൾ അടിച്ചപ്പോ അതിന്റെ നെഞ്ചിലാവുണ്ട്. ഇത്ര ഉണ്ടായിട്ടും ഞാൻ നിന്നെ തിരിച്ചൊന്നും പറയാതിരിക്കുന്നത് നീ എനിക്ക് തരാത്ത സ്നേഹം ബഹുമാനം ഞാൻ നിനക്ക് തരുന്നുണ്ടല്ലോ. സാറില്ല ടെൻഷൻ അടിക്കില്ല. ടെൻഷനൊന്നുമില്ലടാ. നിങ്ങളെ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളി. ആ ഒന്നുമില്ല. അമ്മാവൻ മാവ ഇരിക്കി. ഇവിടെ നിന്നല്ല മിക്ക സമയത്തും ഉണ്ട്. നിങ്ങളെ മരോളുണ്ടല്ലോ,
ഓള് ശരിയല്ല. ഞങ്ങൾ ഒരു കുഴപ്പമില്ലാണ്ട് ജീവിക്കുന്ന കുടുംബം മൊത്തം കോളാക്കാൻ വേണ്ടി നടക്കണോള്. ആ ഓള് പണിയല്ല, എല്ലാം ഓളെ കൊണ്ടാ ചെയ്യിപ്പിക്കണത്. നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും പണിയെടുക്കണ കാര്യങ്ങള്. അങ്ങനെ ഉണ്ടാവും. നിങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ വന്നിട്ട് വഷളാക്കണം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും. ഓരോ പറമ്പിന്റെ പേരും പറഞ്ഞിട്ട് ഉത്തരവാദിത്തം ഇങ്ങനത്തെ ഉത്തരവാദിത്തമല്ലേ വേണ്ട. നല്ല രീതിയിൽ ജീവിപ്പിക്കാൻ പഠിപ്പിക്കണോ? എന്നിട്ട് ആർക്കാ കിട്ടിയ കൂടുതൽ? നിങ്ങൾ എങ്ങനെ വീട് വെച്ച് ഒരു പണിയും തൊഴിലില്ലാണ്ട് നടക്കണം? നിങ്ങൾ എങ്ങനെ വീട് വെച്ച്? എന്താ അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ഇവിടുന്നാണ് കൊണ്ടുപോയത്. അവളെ പ്രലോഭിച്ചിട്ട് ഓരോന്ന് വന്നിട്ട് പറഞ്ഞിട്ട് അവിടെ പറമ്പുണ്ട് ഇവിടെ പറമ്പുണ്ട്. ഇതിന്റെ അത്ര പൈസ കൊണ്ടേ കളഞ്ഞു നിങ്ങള്. ഒരു ഉറുപ്പ്യ നിങ്ങളെ പൈസ ഞാൻ അടുത്തില്ല. ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ പണിയെടുത്തിട്ട് ഓരോ കമ്മീഷൻ കിട്ടും. അതവിടെ കട്ടെ. എന്തിനാ ഇവിടെ കരയണത്? അതപ്പോ ഞാൻ ഓള് കരയണന്റെ കാര്യങ്ങൾ കുറെ ഉണ്ട് ഇവിടെ. പറഞ്ഞു കൊടുക്കണേ മാമാട് അതിന്റെ കാര്യം എന്താന്നുള്ളത്. ഓളാണ് ഇവിടുത്തെ പണി കംപ്ലീറ്റ് എടുക്കണത്. ഓളല്ല പണിയെടുക്കണത്. ഇത്താത്തുള്ള കാര്യം ഇവിടെ അന്നം കുടിച്ച് പോണ്. ഓള് പണിയെടുക്കണ്. സുജായുടെ മോള് കിടന്ന് ഉറങ്ങാൻ മിക്ക സമയത്തും 10-11 മണിക്ക് നീക്കുക. ഒക്കെ ഓപ്പോസിറ്റ് പറഞ്ഞെന്നുണ്ടാവും നിങ്ങളോട്. എന്ത് തലവേദന? എന്നു തന്നെയാണ് അവിടെ തലവേദന. തലവേദന എത്ര 11 മണി വരെ കിടന്ന് ഉറങ്ങിട്ട് തലവേദന. ഓരോ എന്ത് മതി പറയണ്ടേ പറയണൊക്ക. അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും തന്നെ ചരച്ചോണ്ടിരിക്കും. എന്ത് തലവേദന? മാമയാണ് ഇതിനെ വഷളാക്കണേ ഏറ്റവും കൂടുതൽ. ആൾക്കാർ കേൾക്കും. ഇവിടെ വന്നിട്ട് എന്ത് പറമ്പ് വെച്ചോടോ? നിങ്ങൾക്ക് ലാഭമുള്ള പരിപാടിക്കല്ല നിങ്ങൾ നിൽക്കണേ. ഉള്ള പൈസ ഒക്കെ വീട് കൊണ്ടുപോയിട്ട് പറ്റിച്ചിട്ട്. അതെ വാപ്പിയും ജീവിച്ചിരിക്കണമെങ്കിൽ ഞങ്ങൾ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല ഇവിടെ. നിങ്ങൾ വന്ന് കയറിയതിനു ശേഷമാണ് മൊത്തം പ്രശ്നം ഉണ്ടാക്കണത്. ഒരു കുഴപ്പമില്ല, ഈ മിണ്ടാതിരിക്കും. എന്ത് മിണ്ടാണ്ടിരിക്കാം? എത്ര ഞാൻ ക്ഷമിക്കണമെന്ന് അറിയോ? ക്ഷമിക്കും. ഒരു തെറ്റ് പറ്റിപ്പോയില്ല, സാരമില്ല, കാര്യാക്കണ്ട. മാമ നിങ്ങളിരിക്കും. ഓളേ ഉമ്മാക്കും ഒപ്പം നിൽക്കുന്ന ഒരു ഇവിടുത്തോളം താത്താനാണ്. ഇത്താനാണ് തല്ലി അടിക്കാൻ പാടുണ്ട്. അങ്ങനെ ഉമ്മാടെ പോലെ സ്ഥാനമുള്ള ആളല്ലേ ഓള അടിച്ചക്കണ്. അന്നെന്തായാലും പറയേ എന്താ സ്വഭാവം അധികണ്ട ചീട്ടാ. അങ്ങനെ വിട്ടോ സ്വഭാവം മാറും. നിങ്ങളെ ഒരു കാര്യം കേൾക്കത്, ഇനി മേലിതേപോലെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ട് ഇരുത്തേണ്ടി വരും ട്ടാ. പറമ്പച്ചോട് ചെയ്ത് കളിച്ചോ. ഓരോ ടീമുകൾ വന്നിക്കണ്. കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അരച്ചിട്ട് ചലക്കാൻ നിൽക്ക ഇവിടെ. മതിയടാ, മിണ്ടാതിരിക്കും. മോളാത്തേക്ക് നിൽക്കാം. ഒരാൾ കേൾക്കാൻ കരാണ്ട് കഴുത. നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിക്കോളൂ. ഇവിടെ ഞാൻ കാണിച്ചുണ്ട്.